എല്ലാവർക്കും ട്രിംസ് അക്കാഡമിയുടെ ഇന്നത്തെ ലെക്ചറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSST എക്സാമിനോടനുബന്ധിച്ച് നമ്മുടെ ആൻഡ്രോയിഡ് ആപ്പിൽ നടത്തിയ എക്സാമിൻ്റെ സൊല്യൂഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നടത്തിയ എക്സാം കോംപ്ലക്സ് അനാലിസിസ് ടെസ്റ്റ് 1ൻ്റെ സൊല്യൂഷൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. First one, which one of the following is analytic over the entire complex plane? Entire complex plane അനലിറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിനിൽ അനലിറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷനെ നമ്മൾ എന്തെന്ന് പറയും? എൻറ്റയർ ഫംഗ്ഷൻ എന്ന് പറയും. നമ്മൾ ക്ലാസ്സിൽ കണ്ടതാണ് എൻറ്റയർ ഫംഗ്ഷൻസിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഇ റേസ് ടു ഇസഡ് എന്ന് പറയുന്നത് എൻറ്റയർ ആണ്. അതുപോലെ തന്നെ കോസ് ഇസഡ് എന്ന് പറയുന്നത് എൻറ്റയർ ആണ്. സൈൻ ഇസഡ് എന്ന് പറയുന്നത് എൻറ്റയർ ആണ്. ഇതൊക്കെ പോളിനോമിയൽ ഫംഗ്ഷൻസ് ഒക്കെ എന്താണ്? എൻറ്റയർ ആണ് അല്ലെ? ഇസഡ് സ്ക്വയർ എക്സെട്ര ഇങ്ങനെ വരുന്ന ഫംഗ്ഷൻസ് എല്ലാം എന്താണ്? എൻറ്റയർ ഫംഗ്ഷൻ ആണ്. ഇനി അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ഇതിൽ നിന്ന് ഓപ്ഷൻ പറയാൻ പറ്റും. ഏതാണ്? ഓപ്ഷൻ ഡി കറക്റ്റ് ആണെന്ന് പറയാം. ഇനി ഓപ്ഷൻ സിയിൽ എന്താണ്? 1/1 - ആണ്. അറ്റ് ഇസഡ് ഇക്വൽ ടു 1 അതെന്തല്ല? ഇസഡ് ഇക്വൽ ടു 1 സിംഗുലാരിറ്റി ഉണ്ട്. സോ ഈ ഫംഗ്ഷൻ എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിനിൽ എന്താകില്ല? അനലിറ്റിക് ആകില്ല. അതുപോലെ തന്നെ ഇ റേസ് ടു 1/z ലോഗ് ഇസഡ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ കണ്ടതാണ്. ഇനി കോസ് ഇസഡിന്റെ നമുക്ക് ശരിക്കും എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്? കോസ് ഇസഡ് അനലിറ്റിക് ആണോ അല്ലയോ എന്ന് അറിയാനായിട്ട് എന്ത് നോക്കിയാൽ മതി? അത് CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോന്നും അതുപോലെ തന്നെ 4 പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസും ആണോ എന്ന് നോക്കണം. അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ കോസ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷനെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ ഏതൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ എക്സാമിന് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് എങ്ങനെ പറയാം? ഞാൻ ഈ സെഡിന് പകരം എക്സ് പ്ലസ് ഐ വൈ എന്ന് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? കോസ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ. ആൻഡ് വാട്ട് ഈസ് കോസ് എ പ്ലസ് ബി? കോസ് എ പ്ലസ് ബി ഈസ് കോസ് എ കോസ് ബി പ്ലസ് മൈനസ് സൈൻ എ സൈൻ ബി അല്ലെ? സൈൻ എക്സ് സൈൻ ഐ വൈ എന്ന് കിട്ടും. അഗൈൻ നമുക്കറിയാം കോസ് ഐ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോസ് എച്ച് വൈ ആണ്. സോ കോസ് എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ ഐ വൈ എന്ന് പറയുന്നത് എന്താണ്? ഐ ഇൻറ്റു സൈൻ എച്ച് വൈ ആണ്. സോ സൈൻ എക്സ് ഇൻറ്റു എന്തെന്ന് കിട്ടും? സൈൻ എച്ച് വൈ എന്ന് കിട്ടും. സോ ഇവിടെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? കോസ് എക്സ് ഇൻറ്റു കോസ് എച്ച് വൈയും ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ ആണ്. സോ റിയൽ പാർട്ടായ യു എന്ന് പറയുന്നത് ഞാൻ എന്തെടുത്തു? കോസ് എക്സ് ഇൻറ്റു cos h pi and imaginary part v equal to minus sin x into sin h y. ഇനി നമുക്ക് 4 പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കണം. സോ ഹിയർ യു എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? വൈയുടെ ടേംസ് ഒക്കെ കോൺസ്റ്റന്റ് ആണ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? മൈനസ് സൈൻ എക്സ് എന്ന് വരും. ദാറ്റ് ഈസ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ ആൻഡ് യു വൈ ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു കോസ് എച്ച് വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? അത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. കോസ് എച്ച് വൈയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സൈൻ എച്ച് വൈ ആണ്. സിമിലർലി വി എക്സ് ഈക്വൽ ടു എന്ത് വരും? സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ദാറ്റ് ഈസ് മൈനസ് കോസ് എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ ആൻഡ് വി വൈ ഈക്വൽ ടു വി വൈ എന്ന് പറഞ്ഞാൽ എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. ദാറ്റ് ഈസ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? കോസ് എച്ച് വൈ എന്ന് വരും. സോ ഇവിടെ നോക്കിയാൽ 4 പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആണ്. അതുപോലെ തന്നെ യു എക്സ് ഈക്വൽ ടു വി വൈ ആണോ? അതെ, യു എക്സ് ഈക്വൽ ടു വി വൈ ആണ്. അതുപോലെ തന്നെ യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സും ആണ്. യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സും ആണ്. സോ 4 പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസും ആണ്. അതുപോലെ തന്നെ ഇത് CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? തന്നിരിക്കുന്ന ഫംഗ്ഷൻ കോസ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? അനലിറ്റിക് എവരിവെയർ ആണ്. സോ ഇറ്റ് ഈസ് ആൻ എൻറ്റയർ ഫംഗ്ഷൻ. സോ ഇവിടെ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ദ വാല്യൂ ഓഫ് ദി ഇന്റഗ്രൽ z plus 1 divided by z square minus dz in counter clockwise direction around a circle c of radius 1. സോ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? മോഡ് z ഈക്വൽ ടു 1 ആണ്. വിത്ത് മോഡ് z ഈക്വൽ ടു 1 അല്ല, വിത്ത് സെന്റർ അറ്റ് ദ പോയിന്റ് z ഈക്വൽ ടു -2 ആണ്. സെന്റർ എന്ന് പറയുന്നത് z ഈക്വൽ ടു -2 സോ നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത് എന്ത് വരും? ഇസഡ് എന്ന് പറയണത് അല്ലെ? സെന്റർ എന്ന് പറയുന്നത് എവിടെയാണ്? ഇസഡ് ഈക്വൽ ടു -2 ഇതാണ് ഇസഡ് ഈക്വൽ ടു -2 എന്ന് പറയുന്ന പോയിന്റ്. ആൻഡ് റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. സോ -2 നിന്നും 1 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത്, നമ്മുടെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട റീജിയൻ എന്ന് പറയുന്നത്. ഏതിനെയാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? ഹിയർ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഇസഡ് സ്ക്വയർ മൈനസ് 4നെയാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഏതൊക്കെ സിംഗുലാരിറ്റീസ് ആണ് ഇൻസൈഡ് ദ റീജിയൻ ഉള്ളത് നോക്കുക. സിംഗുലാരിറ്റി ഏതൊക്കെയാണെന്ന് ആദ്യമേ കണ്ടുപിടിക്കുക. അതായത് ഡിനോമിനേറ്റർ 0 ആകുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്? ഇസഡ് സ്ക്വയർ മൈനസ് 4 ഈക്വൽ ടു എന്ത് വരും?
0. ദാറ്റ് ഇംപ്ലൈസ് ഇസഡ് സ്ക്വയർ ഇക്വൽ ടു എന്തെന്ന് വരും 4 എന്ന് വരും. ഇസഡ് ഇക്വൽ ടു എന്തെന്ന് വരും +or-2 എന്ന് വരും. അതായത് നമുക്ക് രണ്ട് സിംഗുലാരിറ്റി ആണുള്ളത്. ഏതൊക്കെ? ഇസഡ് ഇക്വൽ ടു +2ഉം ഇസഡ് ഇക്വൽ ടു -2ഉം. ഇസഡ് ഇക്വൽ ടു +2 എന്ന് പറയുന്നത് എവിടെയാണ്? ഔട്ട്സൈഡ് ദ റീജിയൻ ആണ്. ഇസഡ് ഇക്വൽ ടു -2 എന്ന് പറയുന്നത് എവിടെയാണ്? ഇൻസൈഡ് ദ റീജിയൻ ആണ്. സോ നമുക്ക് എവിടുത്തെ മാത്രം കണ്ടുപിടിച്ചാൽ മതി? ഇസഡ് ഇക്വൽ ടു -2 എന്ന് പറയുന്ന സിംഗുലാരിറ്റി മാത്രമേ എവിടെ വരുള്ളൂ? ഇൻസൈഡിൽ വരുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ ഫംഗ്ഷൻ എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് വിൽ ബി ഈക്വൽ ടു z+1 ഡിവൈഡഡ് ബൈ z-2 ഇൻറ്റു z+2 എന്ന് എഴുതാം. ഓക്കെ, സോ അഗെയിൻ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് z+1 ഡിവൈഡഡ് ബൈ, ഞാൻ z-2 ന്യൂമറേറ്ററിലേക്കല്ല ഇങ്ങനെ എടുത്തു, z-2 ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡഡ് ബൈ എന്തെന്ന് വന്നു? z+2 എന്ന് വന്നു. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? കോഷീസ് ഇന്റഗ്രൽ ഫോർമുല വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? റെസിഡ്യൂ ഇന്റഗ്രേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല വെച്ചാണെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് എ ഡി ഇസഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2πi ഇൻറ്റു എഫ് ഓഫ് എ ആയിരിക്കും. വേർ എ എന്ന് പറയുന്ന സിംഗുലാരിറ്റി എവിടെ ആയിരിക്കണം? ഇൻസൈഡ് ദ ഗിവൺ റീജിയൻ ആയിരിക്കണം. സോ നമുക്ക് തരുന്ന ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന അനലിറ്റിക് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏതായിരുന്നു? z+1 ഡിവൈഡഡ് ബൈ z² -4 ആണ്. അവിടെ z ഇക്വൽ ടു 2 എന്ന് പറയുന്ന സിംഗുലാരിറ്റി എവിടെയാണ്? ഔട്ട്സൈഡ് ദ റീജിയൻ ആണ്. സോ ഈ ഒരു ഫംഗ്ഷൻ z+1 ബൈ z-2 എന്ന് പറയുന്നത് എന്താണ്? അനലിറ്റിക് ഇൻ ദ റീജിയൻ സി. നമുക്ക് തന്നിരിക്കുന്ന റീജിയനിൽ അനലിറ്റിക് ആണ്. സോ നമുക്കിവിടെ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്തായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും? z+1 ഡിവൈഡഡ് ബൈ z-2 എന്ന് ചൂസ് ചെയ്യാം. ദെയർഫോർ എഫ് ഓഫ് എ, ഇവിടെ എ എന്ന് പറയുന്നത് എത്രയാണ്? -2 ആണ്. എഫ് ഓഫ് എ എന്ന് പറയുന്നത് എത്ര വരും? -2 + 1 എത്ര വരും? -1 ഡിവൈഡഡ് ബൈ -2 വിച്ച് ഈസ് ഇക്വൽ ടു എത്ര എന്ന് കിട്ടി? നമുക്ക് -4 എന്ന് കിട്ടി. ദാറ്റ് ഈസ് -1 ബൈ -4 എന്ന് പറയുന്നത് എത്ര കിട്ടും? 1/4 എന്ന് കിട്ടും. സോ ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2πi ഇൻറ്റു 1/4 എന്ന് കിട്ടും. അതായത് πi ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. സോ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി ഈ രീതിക്കല്ലാണ്ട് റെസിഡ്യൂ ഇന്റഗ്രേഷൻ വെച്ചാണെങ്കിൽ എങ്ങനെ ചെയ്യാം? നമുക്ക് സിംഗുലാരിറ്റീസ് കിട്ടിയിരിക്കുന്നത് z ഇക്വൽ ടു 2ഉം z ഇക്വൽ ടു -2ഉം ആണ്. സോ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് അല്ലെ, സം ഓഫ് റെസിഡ്യൂസ് ഇൻസൈഡ് സി ആണ്. സം ഓഫ് റെസിഡ്യൂസ് ഇൻസൈഡ് സി ആണ്. ഇവിടെ ഇൻസൈഡ് സി, സിക്കുള്ളിൽ വരുന്നത് ഏത് മാത്രമേ ഉള്ളൂ? z ഇക്വൽ ടു -2 എന്ന് പറയുന്ന സിംഗുലാരിറ്റി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? റെസിഡ്യൂ അറ്റ് z ഇക്വൽ ടു -2 കണ്ടുപിടിച്ചാൽ മതി. വിച്ച് ഇസ് ഇക്വൽ ടു എന്ത് വരും? ലിമിറ്റ് z ടെൻഡിങ് ടു -2 z+2 ഇൻറ്റു നമ്മുടെ ഫുൾ ഫംഗ്ഷൻ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏതായിരുന്നു? z+1 ഡിവൈഡഡ് ബൈ z-2 ഇൻറ്റു z+2 എന്ന് വരും. ഇത് രണ്ടും കട്ടായി പോകും. z ടെൻഡിങ് ടു -2 കൊടുക്കുമ്പോൾ എന്ത് വരും? -2 + 1 ദാറ്റ് ഈസ് -1 ഡിവൈഡഡ് ബൈ -4 എന്ന് കിട്ടും. വിച്ച് ഇസ് ഇക്വൽ ടു എത്രയാണ്? 1/4 ആണ്. സോ 1/4 ഇൻറ്റു 2πi എത്രയാണെന്ന് കിട്ടും? നമുക്ക് πi/2 എന്ന് കിട്ടും. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. ഇഫ് ക്യാപിറ്റൽ സി ഇസ് എ സർക്കിൾ മോഡ് z ഇക്വൽ ടു 4. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ്, ഇന്റഗ്രേഷൻ്റെ ഒക്കെ പ്രോബ്ലം തരുമ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന റീജിയൻ പ്ലോട്ട് ചെയ്യണം. ഇവിടെ മോഡ് z ഇക്വൽ ടു 4 ആണ്. സോ 0 സെന്ററും 4 റേഡിയസും ആയിട്ടുള്ള സർക്കിൾ ആണ്. ഈ പോയിന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. ഇതെന്ന് പറയുന്നത് -4 ആണ്. ഇത് -4i ആണ്. ഈ പോയിന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 4i ആണ്. ഓക്കെ, ആൻഡ് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷനും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? സിംഗുലാരിറ്റീസ് കണ്ടുപിടിക്കണം. അതിന് എന്ത് ചെയ്താൽ മതി? z² -3z + 2 ഇക്വൽ ടു 0 വരുന്ന പോയിന്റുകൾ ഏതൊക്കെയാണ്? z ഇക്വൽ ടു 2ഉം അതുപോലെ തന്നെ z ഇക്വൽ ടു 1ഉം. ഇവിടെ നോക്കിയാൽ z ഇക്വൽ ടു 1 എന്ന് പറയുന്നത് ഇൻസൈഡ് ആണ്, z ഇക്വൽ ടു 2 എന്ന് പറയുന്നതും ഇൻസൈഡ് ആണ്. സോ രണ്ട് പോയിന്റും ഇൻസൈഡ് ദ റീജിയൻ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? രണ്ടിൻ്റെ നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കണം. അപ്പം അങ്ങനെ വരുന്ന കേസുകളിൽ നമുക്ക് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ചെയ്യുന്നതിലും എളുപ്പം ഏതായിരിക്കും? റെസിഡ്യൂ ഇന്റഗ്രേഷൻ ചെയ്യുന്നതായിരിക്കും എളുപ്പം. സോ ഫസ്റ്റ് നമുക്ക് എഫ് ഓഫ് ഇസഡിനെ എങ്ങനെ എഴുതാൻ പറ്റും? എഫ് ഓഫ് ഇസഡ് ഇക്വൽ ടു z² ഡിവൈഡഡ് ബൈ, ഇതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? z-2 ഇൻറ്റു z-1 എന്ന് വരും. ഇവിടെ ഓൾ സ്ക്വയർ ഉള്ളത് കൊണ്ട് എന്ത് വരും? രണ്ടിനും സ്ക്വയർ വരും. സോ ഇവിടെ സിംഗുലാരിറ്റീസ് ഏതൊക്കെയായിരുന്നു?
2ഉം 1ഉം ആണ്. ഇസഡ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് എന്താണ്? പോൾ ഓഫ് ഓർഡർ 2 ആണ്. ഇസഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്നതും എന്താണ്? പോൾ ഓഫ് ഓർഡർ 2 ആണ്. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് അല്ലേ. ഇവിടെ ന്യൂമറേറ്ററുമായിട്ടൊന്നും കട്ട് ചെയ്ത് പോകാനില്ല. സോ ഡിനോമിനേറ്ററിന്റെ ഹയസ്റ്റ് പവർ നോക്കിയാൽ മതി. കട്ട് ചെയ്ത് പോകാനുണ്ടെങ്കിൽ എന്താണ്? കട്ട് ചെയ്തിട്ട് റിമൈനിങ് കിട്ടുന്നതായിരിക്കും നമ്മുടെ പോളിന്റെ ഓർഡർ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് പോൾ ഓഫ് ഓർഡർ 2 ആണ് രണ്ടിനും കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? റെസിഡ്യൂ അറ്റ് ഇസഡ് ഈക്വൽ ടു 2 കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് വരുന്നത്? പോൾ ഓഫ് ഓർഡർ 2 ആയതുകൊണ്ട് എങ്ങനെ വരും? 1 ഡിവൈഡഡ് ബൈ 2 മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു എന്തെന്ന് വരും? ലിമിറ്റ് ഇസഡ് ടെൻഡിങ് ടു 2 z minus 2 the whole square into f of z. Here f of z is z square divided by z minus 2 square into z minus 1 square. ഇവിടുന്ന് z minus 2 square രണ്ടും കട്ടായി പോകും. 1 by 2 minus 1 factorial എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് ഈസ് ലിമിറ്റ് z ടെൻഡിങ് ടു 2 എന്ത് വരും? ഡെറിവേറ്റീവ് ഉണ്ടല്ലോ, ഡി ബൈ ഡി ഇസഡ് അല്ലേ, ഡി ബൈ ഡി ഇസഡ്. സോ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. ഇസഡ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2z മൈനസ് എന്ത് വരും? ന്യൂമറേറ്റർ ഇൻറ്റു ദാറ്റ് ഈസ് ഇസഡ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ദാറ്റ് ഈസ് 2 ഇൻറ്റു ഇസഡ് മൈനസ് 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ഇസഡ് മൈനസ് 1 ആയിരുന്നു. അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഓൾ പവർ 4 വരും. ഇനി ഈ സെഡിന് 2 കൊടുക്കുമ്പോൾ എന്ത് വരും? 2 മൈനസ് 1ന്റെ സ്ക്വയർ ദാറ്റ് ഈസ് 1 ഇൻറ്റു 2 ഇൻറ്റു 2 4 മൈനസ് z square that is 4 into 2 into 1 divided by 1 എന്ന് വരും. that is 1 minus 8 which is equal to എത്ര എന്ന് കിട്ടും? minus 4 എന്ന് കിട്ടും. സോ റെസിഡ്യൂ അറ്റ് z equal to 2 എന്ന് പറയുന്നത് എത്ര കിട്ടി നമുക്ക്? minus 4 എന്ന് കിട്ടി. സിമിലർലി റെസിഡ്യൂ അറ്റ് z equal to 1 എന്ന് പറയുന്നത് എന്ത് വരും? 1 by 2 minus 1 factorial into limit z tending to 2 d by dz of എന്ത് വരും? z minus 1 square into z square divided by z minus 2 square into എന്ത് വന്നു? z minus 1 square എന്ന് വന്നു. ഇവിടുന്ന് ഇത് രണ്ടും കട്ടായി പോകും. z tending to 2 അല്ലല്ലോ, z tending to 1. ലിമിറ്റ് z tending to 1 ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് denominator divided by denominator square that is z minus 2 raised to 4 എന്ന് വരും. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? 1 കൊടുക്കുമ്പോൾ 1 minus 2ന്റെ സ്ക്വയർ that is 1 into 2 minus 2 square that is 1 square that is 2 into 2 into എത്ര എന്ന് വരും? 1 minus 2 that is minus 1 whole divided by 1 minus 2 power 4 എത്ര വരും? 1 വരും. ദാറ്റ് ഈസ് 1 into 2 എത്ര കിട്ടും? 1 into 2 ഇവിടെ ഈ സെറ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 അല്ലായിരുന്നു. ഇത് 1 ആണ്. ഓക്കെ, സോ 2 മൈനസ് മൈനസ് 2 വിച്ച് ഈസ് ഇക്വൽ ടു എത്ര എന്ന് കിട്ടും നമുക്ക്? 4 എന്ന് കിട്ടും. അതായത് റെസിഡ്യൂ അറ്റ് ഇസഡ് ഇക്വൽ ടു 2 എന്ന് പറയുന്നത് -4 ആണ് കിട്ടിയത്. റെസിഡ്യൂ അറ്റ് ഇസഡ് ഇക്വൽ ടു 1 എന്ന് പറയുന്നത് 4 ആണ് കിട്ടിയത്. സോ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ദാറ്റ് ഈസ് -4 പ്ലസ് 4 എന്ന് കിട്ടും വിച്ച് ഈസ് ഇക്വൽ ടു എത്രയാണ്? 0 ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ശരിക്കും നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്കറിയാം ഇന്റഗ്രൽ ഓവർ സി എപ്പോഴും നമ്മൾ എന്താണ് 2πi ഇൻറ്റു സം ആ ഒരു വാല്യൂ ആണ് വരുന്നത്. ഇവിടെ 2πയുടെ ടേംസ് ഒന്നുമില്ല, അതുകൊണ്ട് ഡയറക്റ്റ് 0 ആണെന്ന് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ മെത്തേഡ് ശരിക്കുള്ള മെത്തേഡിൽ എങ്ങനെ ചെയ്യാം? ഇനി നമ്മളിപ്പോൾ ഇവിടെ പോളിന്റെ കേസാണ് പറഞ്ഞത്. പോൾ ഓഫ് ഓർഡർ എമ്മിന്റെ റെസിഡ്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു? 1 ഡിവൈഡഡ് ബൈ m മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു ലിമിറ്റ് z ടെൻഡിങ് ടു a എന്ത് വരും? d raised to m minus 1 divided by d z raised to m minus 1 into z minus a all power m into f of z അല്ലെ. ഇങ്ങനെയാണ് നമ്മൾ പോൾ ഓഫ് ഓർഡർ എമ്മിന്റെ റെസിഡ്യൂ കണ്ടുപിടിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഇവിടെ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് the residue of a function f of z equal to 1 by z minus 4 into z plus 1 whole cube r. റെസിഡ്യൂ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. z equal to 4ലെയും അതുപോലെ തന്നെ ഏതാണ്? z equal to -1ലെയും. z equal to 4 എന്ന് പറയുന്നത് എന്താണ്? പോൾ ഓഫ് ഓർഡർ 1 ആണ്. z equal to -1 എന്ന് പറയുന്നത് എന്താണ്? പോൾ ഓഫ് ഓർഡർ 3 ആണ്. സോ നമുക്ക് ഫസ്റ്റ് z equal to 4ലെ കണ്ടുപിടിക്കാം. z equal to 4ലെ എങ്ങനെ വരും നോക്കി?
റെസിഡ്യൂ അറ്റ് ഇസഡ് ഈക്വൽ ടു 4 ഈക്വൽ ടു പോൾ ഓഫ് ഓർഡർ 1 ആണ്, അതുകൊണ്ട് ഡയറക്റ്റ് ചെയ്യാം. എന്ത് വരും? ലിമിറ്റ് ഇസഡ് ടെൻഡിങ് ടു 4 ഇസഡ് മൈനസ് 4 ഇൻറ്റു എഫ് ഓഫ് ഇസഡ്. എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? 1 ബൈ ഇസഡ് മൈനസ് 4 ഇൻറ്റു ഇസഡ് പ്ലസ് 1 ഹോൾ ക്യൂബ് ആണ്. ഇത് രണ്ടും കട്ടായി പോകും. ഇസഡിന് 4 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 ഡിവൈഡഡ് ബൈ 5 ക്യൂബ്, ദാറ്റ് ഈസ് 1 ബൈ 25 എന്ന് കിട്ടും. സോ ഇസഡ് ഈക്വൽ ടു 4ലെ റെസിഡ്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1 ഡിവൈഡഡ് ബൈ 125 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇസഡ് ഈക്വൽ ടു -1ലെ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് റെസിഡ്യൂ അറ്റ് ഇസഡ് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? പോൾ ഓഫ് ഓർഡർ 3 ആണ്. therefore 1 by 3 minus 1 factorial 1 by 2 factorial into limit z tending to -1 d square by dz square of ഏത് വരും? z plus 1 whole cube into 1 divided by z minus 4 into z plus 1 whole cube എന്ന് കിട്ടും. സോ ഇത് രണ്ടും നമുക്ക് കട്ട് ചെയ്ത് കളയാം. 1 by z minus 4ന്റെ എന്ത് കണ്ടുപിടിക്കണം? സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് 1 by 2 into ലിമിറ്റ് z tending to -1. ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് -1 by z minus 4 സ്ക്വയർ എന്ന് കിട്ടും. അടുത്ത ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? -1 ഇൻറ്റു -2 ഡിവൈഡഡ് ബൈ z മൈനസ് 4 ഹോൾ ക്യൂബ് എന്ന് കിട്ടും. സോ മൈനസും മൈനസും പ്ലസ് ആകും. ദാറ്റ് ഈസ് 2 ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും? z മൈനസ് 4 ഹോൾ ക്യൂബ് എന്ന് കിട്ടും. 2ഉം 2ഉം കട്ട് ചെയ്ത് കളയാം നമുക്ക്. ഇസഡിന് -1 കൊടുക്കുമ്പോൾ എന്ത് വരും? -5ന്റെ ക്യൂബ്, ദാറ്റ് ഈസ് -1 ബൈ 125 എന്ന് കിട്ടും. സോ 125ഉം -125ഉം ആണ്. സോ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇഫ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അനലിറ്റിക് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂ അനലിറ്റിക് ആണെങ്കിൽ അതെന്ത് സാറ്റിസ്ഫൈ ചെയ്യും? CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇവിടെ യു എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ ആണ്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് എന്താണ്? ബി അല്ല, വി എന്ന് പറയുന്നത് എന്താണ്? വി ഈക്വൽ ടു ബി എക്സ് വൈ ആണ്. സോ യു എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? യു എക്സ് ഈക്വൽ ടു 2x വരും. അതുപോലെ തന്നെ യു വൈ എന്ന് പറയുന്നത് എന്ത് വരും? യു വൈ ഈക്വൽ ടു 2ay എന്നും കിട്ടും. സിമിലർലി ഇവിടുന്ന് വി എക്സ് ഈക്വൽ ടു എന്ത് വരും? വി എക്സ് ഈക്വൽ ടു ബി വൈ എന്നും കിട്ടും. അതുപോലെ തന്നെ വി വൈ ഈക്വൽ ടു എന്തെന്ന് കിട്ടും? വി വൈ ഈക്വൽ ടു എന്തെന്ന് വരും? ബി എക്സ് എന്നും കിട്ടും. അനലിറ്റിക് ആയതുകൊണ്ട് CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ദാറ്റ് ഈസ് യു എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? വി വൈ ആയിരിക്കും. ദിസ് ഇംപ്ലൈസ് നമുക്ക് എന്തെന്ന് പറയാം? 2x ഈക്വൽ ടു ബി എക്സ് എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ബി ഈക്വൽ ടു 2 ആണെന്ന് പറയാം. സിമിലർലി ഏതാണ്? യു വൈ ഈക്വൽ ടു എന്താണ്? -vx ആണ്. ദിസ് ഇംപ്ലൈസ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? 2ay ഈക്വൽ ടു -by എന്ന് കിട്ടണം. ദിസ് ഇംപ്ലൈസ് 2a ഈക്വൽ ടു എന്തെന്ന് വരും? -b എന്ന് വരും. a ഈക്വൽ ടു എത്ര വരും? -b/2 എന്ന് വരും. b ഈക്വൽ ടു 2 ആണ്. therefore a ഈക്വൽ ടു എത്ര എന്ന് വരും? -1 എന്ന് വരും. അതായത് a ഈക്വൽ ടു -1ഉം b ഈക്വൽ ടു 2 ആയിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ഗിവൺ 2 കോംപ്ലക്സ് നമ്പേഴ്സ് z1ഉം അതുപോലെ തന്നെ z2ഉം തന്നിട്ടുണ്ട്. ആർഗ്യുമെന്റ് ഓഫ് z1 ബൈ z2 ആണ് ചോദിച്ചിരിക്കുന്നത്. ആർഗ്യുമെന്റ് ഓഫ് z1 ബൈ z2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആർഗ്യുമെന്റ് ഓഫ് z1 മൈനസ് ആർഗ്യുമെന്റ് ഓഫ് z2 ആണ് അല്ലേ? ഇവിടെ ആർഗ്യുമെന്റ് ഓഫ് z1 എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ടാൻ ഇൻവേഴ്സ് y ബൈ എക്സ്, ദാറ്റ് ഈസ് ആർഗ്യുമെന്റ് ഓഫ് z1 എന്ന് പറഞ്ഞാൽ എത്ര വരും? ടാൻ ഇൻവേഴ്സ് 5√3 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. ഇത് രണ്ടും കട്ടായി പോകും. അതായത് എത്ര കിട്ടി നമുക്ക്? ടാൻ ഇൻവേഴ്സ് √3 എന്ന് കിട്ടി. സിമിലർലി ആർഗ്യുമെന്റ് ഓഫ് z2 എന്ന് പറയുന്നത് എന്താണ്? ടാൻ ഇൻവേഴ്സ് y ബൈ എക്സ്, ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് 2 ഡിവൈഡഡ് ബൈ 2/√3 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? ടാൻ ഇൻവേഴ്സ് √3 ആണ്. therefore ആർഗ്യുമെന്റ് ഓഫ് z1 ബൈ z2 എന്ന് പറയുന്നത് എന്ത് വരും? ടാൻ ഇൻവേഴ്സ് √3 മൈനസ് ടാൻ ഇൻവേഴ്സ് √3 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? നമുക്ക് 0 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് z ഈക്വൽ ടു 2 മൈനസ് 3i ഡിവൈഡഡ് ബൈ -5 പ്ലസ് i ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്. എപ്പോഴും നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പർ ഫ്രാക്ഷൻ ഫോമിൽ തന്നു കഴിഞ്ഞാൽ അതിനെ വീണ്ടും ഒരു കോംപ്ലക്സ് നമ്പർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 2 മൈനസ് 3i ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും? -5 പ്ലസ് i ഇൻറ്റു -5 മൈനസ് i എന്ന് വരും. രണ്ടും നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തു. സോ ദിസ് വിൽ ബി ഈക്വൽ ടു എന്ത് വരും? -10 മൈനസ് 2i പ്ലസ് 15i മൈനസ് 3 ഹോൾ ഡിവൈഡഡ് ബൈ
എ പ്ലസ് ബിൻ്റെ എ മൈനസ് ബി ഫോമിലാണ്, ദാറ്റ് ഈസ് 25 പ്ലസ് 1 എന്ന് കിട്ടും. അതായത് -13 പ്ലസ് 12i ഹോൾ ഡിവൈഡഡ് ബൈ 26 എന്ന് കിട്ടും. -0.5 പ്ലസ് 0.5 i എന്ന് വരും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കി. -0.5 പ്ലസ് 0.5i ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഓഫ് ദ വാല്യൂസ് ഓഫ് ഐ റൈസ് ടു ഐ. ഐ റൈസ് ടു ഐൻ്റെ വാല്യൂ ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? ഞാൻ ഇസഡ് ഈക്വൽ ടു ഐ റൈസ് ടു ഐ എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡിലും ലോഗ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ലോഗ് ഇസഡ് ഈക്വൽ ടു ലോഗ് ഓഫ് ഐ റൈസ് ടു ഐ എന്ന് വരും. ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഐ ഇൻറ്റു എന്തെന്ന് വരും? ലോഗ് ഐ എന്ന് വരും. എഗെയിൻ ഐ ഇൻറ്റു ലോഗ് ഐനെ നമുക്ക് എങ്ങനെ എഴുതാം? എൽ എൻ മോഡ് ഇസഡ് അല്ലെ. ലോഗ് ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോഗ് ഇസഡ് ഈക്വൽ ടു എൽ എൻ മോഡ് ഇസഡ് പ്ലസ് ഐ ഇൻറ്റു എന്താണ്? ആർഗ്യുമെന്റ് ഓഫ് ഇസഡ് ആണ്. സോ എൽ എൻ മോഡുലസ് ഓഫ് ഐ പ്ലസ് ഐ ഇൻറ്റു ആർഗ്യുമെന്റ് ഓഫ് ഐ എന്ന് വരും. ഓക്കെ, അഗെയിൻ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഐ ഇൻറ്റു ലോഗ് മോഡുലസ് ഓഫ് ഐ എന്ന് പറയുന്നത് എത്രയാണ്? ലോഗ് 1 ആണ്. ലോഗ് 1 എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. പ്ലസ് ഐ ഇൻറ്റു ആർഗ്യുമെന്റ് ഓഫ് ഐ എന്ന് പറയുന്നത് എന്താണ്? ഐ എന്ന് പറയുന്ന നമ്പർ എവിടെയാണ്? ഇവിടെ വരുന്നതാണ് ഐ. അതിന്റെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രി ആണ്. ഐയോ 2ഐയോ 3ഐയോ ഏത് വന്നു കഴിഞ്ഞാലും അതിന്റെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രി ആണ്. ഇനി ഒരു പോസിറ്റീവ് റിയൽ നമ്പറിന്റെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. നെഗറ്റീവ് റിയൽ നമ്പറിന്റെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? പൈ ആണ്. ഓക്കെ, അതുപോലെ തന്നെ നെഗറ്റീവ് കോംപ്ലക്സ് നമ്പർ തന്നെയായിട്ട് വരുന്നത് പ്യൂർലി കോംപ്ലക്സ് നമ്പർ ആയിട്ടുള്ള നെഗറ്റീവ് നമ്പറുകളുടെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? -90 ഡിഗ്രി ആണ്. സോ നമുക്ക് എന്തെന്ന് എഴുതാം? ഐ ഇൻറ്റു 90 ഡിഗ്രി ദാറ്റ് ഈസ് ഐ ഇൻറ്റു പൈ ബൈ 2 എന്ന് വരും. വിച്ച് ഈസ് ഇക്വൽ ടു എന്ത് വരും? ഐ സ്ക്വയർ -1 എന്ന് വരും. ദാറ്റ് ഈസ് -π ബൈ 2 എന്ന് കിട്ടും. ദെയർഫോർ ലോഗ് ഇസഡ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടി? ലോഗ് ഇസഡ് ഈക്വൽ ടു -π ബൈ 2 എന്ന് കിട്ടി. ദിസ് ഇംപ്ലൈസ് ഇസഡ് ഈക്വൽ ടു എന്തെന്ന് വരും? ഇ റൈസ് ടു -π ബൈ 2 എന്ന് വരും. സോ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ് ഒമേഗ ബി ദ ഫിഫ്ത്ത് റൂട്ട് ഓഫ് യൂണിറ്റി. ഫിഫ്ത്ത് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? സം ഓഫ് nth റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ 1 പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ ക്യൂബ് പ്ലസ് ഒമേഗ റൈസ് ടു 4 എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. നമ്മളോട് ഇതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ ക്യൂബ് ഇക്വൽ ടു എന്ത് വരും? ഇത് രണ്ടും റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. -1 മൈനസ് ഒമേഗ റൈസ് ടു 4 എന്ന് കിട്ടും. സോ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ദ റേഡിയസ് ഓഫ് കൺവെർജൻസ് ഓഫ് ദ പവർ സീരീസ്. റേഡിയസ് ഓഫ് കൺവെർജൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് നമുക്കറിയാം എന്തായിരുന്നു? എന്ത് ചെയ്താൽ മതി നമുക്ക്? 1/r ഈക്വൽ ടു എന്ത് വരും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് an പ്ലസ് 1 ഡിവൈഡഡ് ബൈ an അല്ലേ. ദാറ്റ് ഈസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ്, ഇവിടെ an എന്ന് പറയുന്നത് എത്രയാണ്? an ഈക്വൽ ടു 2 പവർ n ആണ്. ദെയർഫോർ 2 റൈസ് ടു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 റൈസ് ടു n എന്ന് വരും. This will be equal to limit n tends to infinity 2 raised to n 2 raised to n കട്ടായി പോയി ബാലൻസ് എന്ത് വരും? മോഡുലസ് ഓഫ് 2 എന്ന് വരും. വിച്ച് ഇസ് ഇക്വൽ ടു എത്ര എന്ന് കിട്ടും? നമുക്ക് 2 എന്ന് കിട്ടും. അതായത് 1/r എന്ന് പറയുന്നത് എത്ര കിട്ടി? നമുക്ക് 2 കിട്ടി. ദെയർഫോർ റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/2 ആയിരിക്കും. ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് മോഡുലസ് ഓഫ് ഇ റൈസ് ടു ഐ സെഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇ റൈസ് ടു ഐ സെഡിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഇ റൈസ് ടു ഐ ഇൻറ്റു ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് ഐ വൈ ആണ് അല്ലേ. ഇസഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ഇ റൈസ് ടു ഐ എക്സ് പ്ലസ് ഐ സ്ക്വയർ വൈ എന്ന് വരും. അഗൈൻ ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1 ആണ്. ദാറ്റ് ഈസ് ഇ റൈസ് ടു ഐ എക്സ് മൈനസ് വൈ എന്ന് വരും. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇ റൈസ് ടു ഐ എക്സ് ഇൻറ്റു എന്തെന്ന് വരും? ഇ റൈസ് ടു മൈനസ് വൈ എന്ന് വരും. അഗെയിൻ ഇ റൈസ് ടു ഐ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഞാൻ ഇ റൈസ് ടു മൈനസ് വൈ പുറത്തെടുത്തു. ഇ റൈസ് ടു മൈനസ് വൈ ഇൻറ്റു ഇ റൈസ് ടു ഐ എക്സ് എന്ന് പറയുന്നത് എന്താണ്? കോസ് എക്സ് പ്ലസ് ഐ ഇൻറ്റു സൈൻ എക്സ് ആണ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ട മോഡുലസ് ആണ്. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് ഇ റൈസ് ടു ഐ സെഡ് എന്ന് പറയുന്നത് എന്ത് വരും? മോഡുലസ് ഓഫ് ദിസ് വൺ ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് ഇ റൈസ് ടു മൈനസ് വൈ ഇൻറ്റു മോഡുലസ് ഓഫ് കോസ് എക്സ് പ്ലസ് ഐ സൈൻ എക്സ് എന്ന് വരും. മോഡുലസ് ഓഫ് ദിസ് വൺ എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ, അത് 1 ആയിരിക്കും. സോ മോഡുലസ് ഓഫ് ഇ റൈസ് ടു മൈനസ് വൈ എന്ന് കിട്ടും. ഇ റൈസ് ടു മൈനസ് വൈ, ഇ റൈസ് ടു എക്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? പോസിറ്റീവ് ആണ്. അതിന്റെ മോഡുലസും പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് കിട്ടും? ഇ റൈസ് ടു മൈനസ് വൈ എന്ന് തന്നെ കിട്ടും. അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ നമ്മൾ മോഡുലസ് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ വരും? മോഡ് ഇ റൈസ് ടു ഐ സെഡ് ഈക്വൽ ടു എന്താണ്?
മോഡുലസ് ഓഫ് ഇ റൈസ് ടു ഐ എക്സ് ഇൻറ്റു മോഡുലസ് ഓഫ് ഇ റൈസ് ടു മൈനസ് വൈ ആണ്. മോഡുലസ് ഓഫ് ഇ റൈസ് ടു ഐ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. സോ നമുക്ക് എത്ര എന്ന് കിട്ടും? ഇ റൈസ് ടു മൈനസ് വൈ എന്ന് കിട്ടും. ഓക്കെ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്, ഡയറക്റ്റ് പറഞ്ഞിട്ടുള്ളതാണ്. എങ്ങനെയാണ്? സൈൻ, നമുക്കറിയാം സൈൻ എച്ച് എക്സ്, സൈൻ എച്ച് എക്സിന്റെ ഇക്വേഷൻ എന്താണ്? ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2 ആണ് അല്ലേ? സോ സൈൻ എച്ച് ഐ ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? സൈൻ എച്ച് ഐ ഇസഡ്, ഞാൻ എക്സ് ഉള്ളിടത്തെല്ലാം ഐ ഇസഡ് എന്ന് കൊടുക്കുവാണ്. സോ എന്ത് വരും? ഇ റൈസ് ടു ഐ ഇസഡ് മൈനസ് ഇ റൈസ് ടു മൈനസ് ഐ ഇസഡ് ഡിവൈഡഡ് ബൈ 2 എന്ന് വരും അല്ലേ? അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഫോമാണോ? നമുക്കറിയാം ഇ റൈസ് ടു ഐ ഇസഡ് മൈനസ് ഇ റൈസ് ടു മൈനസ് ഐ ഇസഡ് ഡിവൈഡഡ് ബൈ 2i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൈൻ ഇസഡ് ആണ് അല്ലെ? സൈൻ ഇസഡിന്റെ എക്സ്പാൻഷൻ ആണിത്. അങ്ങനെയാണെങ്കിൽ ഈ ഐ ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഇ റൈസ് ടു ഐ ഇസഡ് മൈനസ് ഇ റൈസ് ടു മൈനസ് ഐ ഇസഡ് ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു എന്തെന്ന് വരും? ഐ ഇൻറ്റു സൈൻ ഇസഡ് എന്ന് കിട്ടും. സോ നമുക്ക് ഇതിന് പകരം എന്തെന്ന് എഴുതാൻ പറ്റും? ഐ ഇൻറ്റു സൈൻ ഇസഡ് എന്ന് എഴുതാം. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. സോ ഡയറക്റ്റ് ഏത് പറയാൻ പറ്റും? സൈൻ എച്ച് ഐ ഇസഡ് ഈക്വൽ ടു ഐ ഇൻറ്റു സൈൻ ഇസഡ് എന്ന് പറയാം. സിമിലർലി ഈ സൈൻ ഐ ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ ഈ ഓപ്ഷൻ ട്രൂ ആണ്, ഈ ഓപ്ഷൻ എന്താണെന്ന് പറയാം? നമുക്ക് തെറ്റാണെന്ന് പറയാം. ഓക്കെ. സിമിലർലി സൈൻ ഐ ഇസഡ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം സൈൻ ഇസഡ് നമ്മളിവിടെ പറഞ്ഞു ഇ റൈസ് ടു ഐ ഇസഡ് മൈനസ് ഇ റൈസ് ടു മൈനസ് ഐ ഇസഡ് ബൈ 2i ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ ഓഫ് ഐ ഇസഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇസഡ് ഉള്ളിടത്തല്ല ഞാൻ ഐ ഇസഡ് കൊടുത്തു. ദാറ്റ് ഈസ് ഇ റൈസ് ടു ഐ ഇൻറ്റു എന്തെന്ന് വരും? ഐ ഇസഡ് മൈനസ് ഇ റൈസ് ടു മൈനസ് ഐ ഇൻറ്റു ഐ ഇസഡ് ഹോൾ ഡിവൈഡഡ് ബൈ 2i എന്ന് വന്നു. Again this will be equal to e raised to i z. e raised to എന്ത് വരും? I square വരും. That is e raised to minus z minus e raised to z divided by 2i എന്ന് വന്നു. Again ഞാൻ എന്ത് ചെയ്തു? e raised, ഇവിടുന്ന് മൈനസ് ഔട്ട് സൈഡ് എടുത്തു. That is minus e raised to z minus e raised to minus z divided by 2i എന്ന് വന്നു. And what is e raised to x minus e raised to minus x by 2? Sin hx ആണ്. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? e raised to z minus e raised to minus z by 2 ന് പകരം എന്തെന്ന് കൊടുക്കാം? sin hz എന്ന് കൊടുക്കാം. That is minus 1 by i into sin hz എന്ന് വന്നു. ഇനി ഇതിനെ ഞാൻ i വെച്ച് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? i ന്യൂമറേറ്ററിൽ ഒരു ഐ വരും, ഡിനോമിനേറ്ററിൽ ഐ സ്ക്വയർ വരും. അത് മൈനസും കട്ടായി പോയി നമുക്ക് എന്തെന്ന് കിട്ടും? ഐ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഐ ഇൻറ്റു സൈൻ എച്ച് സെഡ് എന്ന് കിട്ടും. അതായത് സൈൻ ഐ സെഡ് എന്ന് പറയുന്നത് എന്താണ്? ഐ ഇൻറ്റു സൈൻ എച്ച് സെഡ് ആണ്. സോ ഓപ്ഷൻ ഡിയും തെറ്റാണ്, ഓപ്ഷൻ ബിയും തെറ്റാണ്. ഇവിടെ ഏത് മാത്രമേ ട്രൂ ആകുള്ളൂ? ഓപ്ഷൻ സി മാത്രമേ ട്രൂ ആകുള്ളൂ. ഓക്കെ. നെക്സ്റ്റ്, എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ഇസ് അനലിറ്റിക്, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? നമ്മൾ ക്ലാസ്സിൽ കണ്ടതാണ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്ന് പറയുന്നത് അനലിറ്റിക് ആണെങ്കിൽ എന്തായിരിക്കും? വി എന്ന് പറയുന്നത് വി ഈസ് എ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഓഫ് എന്താണ്? യു ആണ് അല്ലെ? വി ഈസ് എ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഓഫ് യു. സിമിലർലി അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ഇവിടെ ഡയറക്റ്റ് കറക്റ്റ് ആണെന്ന് പറയാം. യു ഇസ് എ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഓഫ് വി, ഇതൊന്നും ശരിയാകണമെന്ന് നിർബന്ധമില്ല. യു ആൻഡ് വി ആർ ഹാർമോണിക് ടു ഈച്ച് അതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യു എന്ന് പറയുന്നത് വിന്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ആയിരിക്കും, വി എന്ന് പറയുന്നത് യുവിന്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ആയിരിക്കും. അതൊക്കെ തെറ്റാണ്. അതൊക്കെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ആണ്. അങ്ങനെയാണെങ്കിൽ ഐ ഇൻറ്റു എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആയിരിക്കുമല്ലോ. കാരണം എന്താണ്? എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് അനലിറ്റിക് ആണ്. അതിന് സം സ്കെയിലാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ അനലിറ്റിസിറ്റിക്കൊന്നും പ്രശ്നം വരില്ല. സോ ഐ ഇൻറ്റു എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഒരു അനലിറ്റിക് ആണ്. ദാറ്റ് ഈസ് ഐ ഇൻറ്റു യു പ്ലസ് ഐ സ്ക്വയർ മൈനസ് 1 എന്ന് വരും. മൈനസ് 1 ഇൻറ്റു വി എന്ന് കിട്ടും. അതായത് എങ്ങനെ വരും? മൈനസ് വി പ്ലസ് ഐ ഇൻറ്റു യു എന്ന് പറയണ ഒരു അനലിറ്റിക് ഫംഗ്ഷൻ കിട്ടും. ഇത് അനലിറ്റിക് ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? യു എന്ന് പറയണത് യു ഈസ് എ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഓഫ് ഏതായിരിക്കും? മൈനസ് വി ആയിരിക്കും അല്ലെ? യു എന്ന് പറയണത് ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഓഫ് മൈനസ് വി ആയിരിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കില്ല. സിമിലർലി ഞാൻ ഇതിനെ മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതായിരുന്നു. ഐ ഇൻറ്റു എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന അനലിറ്റിക് ഫംഗ്ഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. എഗെയിൻ ഞാൻ ഇതിനെ മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? മൈനസ് ഐ ഇൻറ്റു എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു വി മൈനസ് ഐ ഇൻറ്റു യു എന്ന് കിട്ടും അല്ലെ? വി മൈനസ് ഐ ഇൻറ്റു യു എന്ന് കിട്ടും. ഇതും എന്താണ്? ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആണ്. ഇവിടെ നിന്ന് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? മൈനസ് യു ഈസ് എ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഓഫ് ഏതാണ്? വി ആണ്.
ഇവിടെ തിരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വി ഈസ് ദ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഓഫ് മൈനസ് യു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും തെറ്റാണ്. സോ നമുക്ക് ഏത് മാത്രമേ ഇവിടെ ട്രൂ ആകുള്ളൂ? ഓപ്ഷൻ ബി മാത്രമേ ഇവിടെ ട്രൂ ആകുള്ളൂ. ഓക്കെ. നെക്സ്റ്റ്, ദ റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് ഓഫ് സൈൻ ഇസഡ് ആർ. സൈൻ ഇസഡിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ആണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യാം നമുക്ക്? സൈൻ ഓഫ്, ഇത് നമ്മൾ തൊട്ട് മുമ്പിൽ ഒരു പ്രോബ്ലം ചെയ്തതാണ്, ആ സെയിം ടൈപ്പാണ്. സൈൻ ഇസഡിന് പകരം ഞാൻ എന്ത് കൊടുത്തു? എക്സ് പ്ലസ് ഐ വൈ എന്ന് കൊടുത്തു. സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്ന് വന്നു. അഗൈൻ സൈൻ എക്സ് ഇൻറ്റു കോസ് ഐ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് എച്ച് വൈ ആണ്, പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ ഐ വൈ എന്ന് പറയുന്നത് ഐ ഇൻറ്റു സൈൻ എച്ച് വൈ ആണ്. ദാറ്റ് ഈസ് ഐ ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ എന്ന് വന്നു. അതായത് റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? സൈൻ എക്സ് ഇൻറ്റു കോസ് എച്ച് വൈയും ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? കോസ് എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈയും ആണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കി. യു ഈക്വൽ യു സൈൻ എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ, കോസ് എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഇഫ് യു ആൻഡ് വി ആർ ഹാർമോണിക് ടു ഈച്ച് അതർ ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫാൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യുവും വിയും ഹാർമോണിക് ടു ഈച്ച് അതർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എന്താണ്? വി ഈസ് ദ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഓഫ് യു ആണ്. അതുപോലെ തന്നെ യു ഈസ് ദ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഓഫ് വി എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിലേതാണ് ട്രൂ എന്നാണ് ഫാൾസ് എന്ന് ചോദിച്ചിരിക്കുന്നത്. വി ഈസ് ദ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഓഫ് യു ആണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഒരു അനലിറ്റിക് ഫംഗ്ഷൻ എഫ് കണ്ടുപിടിക്കാൻ പറ്റും, സച്ച് ദാറ്റ് എന്താണ്? യു പ്ലസ് ഐ വി എന്ന് പറയുന്നത് അനലിറ്റിക് ആണ്. സിമിലർലി യു ഇസ് ദ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഓഫ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കൊരു എഫ് കണ്ടുപിടിക്കാൻ പറ്റും, സച്ച് ദാറ്റ് വി പ്ലസ് ഐ യു എന്ന് പറയുന്നത് എന്തായിരിക്കും? അനലിറ്റിക് ആയിരിക്കും. സോ ഇത് രണ്ടും എന്താണ്? അനലിറ്റിക് ഫംഗ്ഷൻസ് ആണ്. അതുകൊണ്ട് ഇത് സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ ഫസ്റ്റ് ഞാൻ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എടുത്തു. അപ്പോൾ ഇത് രണ്ടും നമുക്ക് അനലിറ്റിക് ആണ് കിട്ടുന്നത്. സോ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്ന് പറയുന്നത് അനലിറ്റിക് എന്നുള്ളത് ട്രൂ ആണ്. ഇനി എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് സാറ്റിസ്ഫൈ ചെയ്യും? സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇവിടെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? യു ആണ്. ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? വി ആണ്. സോ യു എക്സ് ഈക്വൽ ടു എന്ത് വരും? വി വൈ എന്നും വരും. അതുപോലെ തന്നെ യു വൈ ഈക്വൽ ടു എന്തെന്ന് വരും? മൈനസ് വി എക്സ് എന്നും കിട്ടും. സിമിലർലി ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കുവാണ്. എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു വി പ്ലസ് ഐ യു എന്ന് എടുത്തു. ഇവിടെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? വി ആണ്. ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? യു ആണ്. സോ റിയൽ പാർട്ടിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ്, ദാറ്റ് ഈസ് വി എക്സ് ഈക്വൽ ടു എന്ത് വരും? ഇമാജിനറി പാർട്ടിനെ വിത്ത് റെസ്പെക്ട് ടു വൈ യു വൈ എന്ന് കിട്ടും. സിമിലർലി റിയൽ പാർട്ടിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഈക്വൽ ടു എന്താണ്? നെഗറ്റീവ് ഓഫ് ഇമാജിനറി പാർട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് കിട്ടും. സോ ഈ രണ്ട് ഇക്വേഷൻ നോക്കി. ഞാനിതിൽ ഫസ്റ്റ് യു എക്സ് ഈക്വൽ ടു വി വൈയും അതുപോലെ തന്നെ യു എക്സ് ഈക്വൽ ടു ഇതിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ എടുത്തു. യു എക്സ് ഈക്വൽ ടു ഇവിടെ നെഗറ്റീവ് ഇല്ലേ? നെഗറ്റീവ് ഉണ്ട്. യു എക്സ് മൈനസ് യു എക്സ് ഈക്വൽ ടു വി വൈ എന്നും എടുത്തു. സോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? 2 ഇൻറ്റു വി വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് വി വൈ ഈക്വൽ ടു എന്ത് വരും? 0 എന്ന് കിട്ടും. സോ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വി ഈക്വൽ ടു സം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എന്തായിരിക്കും? സം ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് കിട്ടും. സിമിലർലി ഞാൻ എന്ത് ചെയ്തു? സെക്കൻഡ് ഇക്വേഷൻ ഈ ഇക്വേഷനും കൺസിഡർ ചെയ്യുവാണ്. അതായത് യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സും യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സും യു വൈ ഈക്വൽ ടു വി എക്സും കൺസിഡർ ചെയ്തു. സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ ചെയ്തു. എന്ത് കിട്ടും നമുക്ക്? 2vx ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് വി എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വി ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് വൈ എന്ന് കിട്ടും അല്ലേ? കാരണം സം ഫംഗ്ഷൻ ഓഫ് വൈ അല്ലെങ്കിൽ കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താലാണ് നമുക്ക് ഇവിടെ 0 കിട്ടുന്നത്. ഇവിടെ എന്താണ്? സം ഫംഗ്ഷൻ ഓഫ് എക്സിനെ അല്ലെങ്കിൽ കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താലാണ് എന്ത് കിട്ടുന്നത്? നമുക്ക് 0 കിട്ടുന്നത്. അതായത് വി ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നും കിട്ടി, വി ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് വൈ എന്നും കിട്ടി. രണ്ടിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 കിട്ടണം. അങ്ങനെയാണെങ്കിൽ വി എന്തായേ പറ്റൂ? വി എന്ന് പറയുന്നത് സം കോൺസ്റ്റന്റ് ആയേ പറ്റൂ. ഓക്കെ. ഇനി നമ്മൾ നോക്കി, നമുക്ക് പറഞ്ഞിട്ടുണ്ട് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് യു പ്ലസ് ഐ വി എന്ന് പറയുന്ന അനലിറ്റിക്കും വി പ്ലസ് ഐ യു എന്ന് പറയുന്ന അനലിറ്റിക്കും കിട്ടും. സിമിലർ കേസിൽ നമ്മൾ ഏതാണ്? ഇത് രണ്ടും എഫ് ഓഫ് ഇസഡ് ആണ് ലെഫ്റ്റ് സൈഡ്. സോ
സോ യു പ്ലസ് ഐ വി ഈക്വൽ ടു എന്തെന്ന് കിട്ടും നമുക്ക് വി പ്ലസ് ഐ യു എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, വി ഈക്വൽ ടു യു എന്ന് പറയാം. വി ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് യുവും എന്ത് തന്നെയായിരിക്കും, ഒരു കോൺസ്റ്റന്റ് തന്നെയായിരിക്കും. അതായത് യുവും വിയും നമുക്ക് എന്തായിട്ടാണ് കിട്ടിയത്, കോൺസ്റ്റന്റ് ആയിട്ടാണ് കിട്ടിയത്. ദാറ്റ് ഈസ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു, ആ കോൺസ്റ്റന്റ് ഏതാണ്, സം സി ആണ്, ഐ ഇൻറ്റു സി എന്ന് കിട്ടും. അതായത് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കും. സോ യുവും വിയും കോൺസ്റ്റന്റ് എന്നുള്ളത് ട്രൂ ആണ്. എഫ് ഓഫ് ഇസഡ് ഈസ് നോട്ട് എ കോൺസ്റ്റന്റ് എന്നുള്ളത് തെറ്റാണ്. യു ആൻഡ് വി ആർ ഹാർമോണിക് ഫംഗ്ഷൻസ്. എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി അനലറ്റിക് ആണെങ്കിൽ യുവും വിയും എന്തായിരിക്കും, ഹാർമോണിക് ആയിരിക്കും. സോ ഓപ്ഷൻ ഡിയും കറക്റ്റ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫാൾസ് എന്നാണ്. അതുകൊണ്ട് ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്, ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് എക്സാമിന് ഡിസ്കസ് ചെയ്തത്. നമ്മൾ എല്ലാ എക്സാംസ്, എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ പേപ്പറിൻ്റെയും എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ കുറേ എക്സാംസിൻ്റെ സൊല്യൂഷൻസ് നമ്മൾ യൂട്യൂബിൽ ഇടുന്നുണ്ട്. അത് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മെയിൽ ഐ ഡി ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.